2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഞാൻ ഇന്ന് നടാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇരുമ്പൻപുളി. ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെമ്മീൻ പുളി എന്നൊക്കെ പറയും. ഇത് ഇരുമ്പൻപുളിയുടെ തൈയാണ്. നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് തന്നെ തൈ പറിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു ചട്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാസമായി പിടിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഇനി ഇത് മണ്ണില്ലാതെ എങ്ങനെ നമ്മുടെ ടെറസ് ഗാർഡനിൽ നടാം എന്നാണ് നോക്കുന്നത്. ഈ ഒരു ഇതിലാണ് നടാൻ പോകുന്നത്. ഈ ഒരു ഫ്രിഡ്ജിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു തൈ നടാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറേ വേസ്റ്റ് കവറുകളുണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് നടാം. ഈ ഫ്രിഡ്ജിന് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം പോകാനില്ല. ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ കമ്പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചക്കയുടെ വേസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മേലെ മണ്ണിടണം. അപ്പോൾ നമുക്കത് കറക്റ്റ് കമ്പോസ്റ്റായി കിട്ടും. നമ്മൾ ഇതിലാണ് നമ്മുടെ ഇരുമ്പൻപുളി നടാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ചിരട്ടയും പൊതിമടലും ഇടാം. ആദ്യം തന്നെ ഇതിലേക്ക് നമ്മുടെ പൊതിമടലാണ് ഇടുന്നത്. ഇത് കമിഴ്ത്തി ഇട്ട് കൊടുക്കണം. കമിഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിരട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ സീറോ കോസ്റ്റ് ഗാർഡനിങ് ആണ് നമ്മുടെ. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചിരട്ട, തേങ്ങയുടെ ചിരട്ടകളാണ്. അതിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വേസ്റ്റ് എല്ലാം ഇതേപോലെ നമുക്ക് കൂടിക്കെടുക്കാതെ സംസ്കരിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല പച്ചക്കറികൾ ഉണ്ടാക്കുകയും ചെയ്യാം. വലിയ ഫ്രിഡ്ജിൻ്റെ ബോക്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചിരട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഇടണം. അതിന് മുന്നേ ആയിട്ട് നമ്മളിതിലിടാൻ പോകുന്നത് കരിയിലയാണ്. ഇത് ഇഷ്ടം പോലെ കരിയിലകളുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ള് കരിയിലയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് മഴ പെയ്യുന്നതിനല്ല, ഇതിങ്ങനെ ജീർണിക്കുന്നതിനനുസരിച്ച് താഴത്തേക്ക് പോകും. നമ്മളിതിൽ ഫുള്ള് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കിയെടുക്കും. കരിയില മാത്രമല്ല, മരത്തിൻ്റെ ചെറിയ കമ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ, തൊടുന്നൊന്നുമില്ല, ഗ്ലൗസ് ഇട്ടിട്ടില്ല ഞാൻ. ഇതിന് ജസ്റ്റ് ഇതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. അഴുകിയ പച്ചക്കറിയുടെ വേസ്റ്റാണ് ഇടുന്നത്, കമ്പോസ്റ്റ് അല്ല. ഇത് നമുക്ക് ഇന്ന് കടയിൽ നിന്ന് കിട്ടിയ പച്ചക്കറിയുടെ വേസ്റ്റാണ്. ഇതിൽ മല്ലിച്ചപ്പ് വരെ ഉണ്ട്. ഇത് വേണ്ട, മല്ലിച്ചപ്പുണ്ട്. നമുക്ക് നട്ട് നോക്കണമെങ്കിൽ നട്ട് നോക്കാം. കുറച്ച് നല്ല അഴുകിയത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ലതിന് നമ്മളിങ്ങോട്ട് മാറ്റി നമുക്ക് നട്ട് നോക്കാം പിടിക്കുകയാണെങ്കിൽ. അപ്പോൾ അഴുകിയതിന് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ മുളകിൻ്റെ വിത്തുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ ഉണ്ട്. വെണ്ടക്ക മൂത്തതാണ് അത്. പക്ഷേ കണ്ട ഇങ്ങനത്തെ വിത്താണ് ഉണ്ടാവും.
അപ്പോൾ നമുക്കിതിലേക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുളകിൻ്റെ ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് മണ്ണൊട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ പിടിപ്പിച്ച് നമ്മുടെ ഇരുമ്പൻ പുളി ഇത് കുറച്ച് മണ്ണിലാണ് പിടിപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഇറക്കി വെക്കാം. അതിനായിട്ട് നമുക്കിത് ഇങ്ങനെ തട്ടി കൊടുക്കണം. വേറെ ഇളകാതെ നമുക്കിതിലേക്ക് ഇറക്കി വെക്കാം. നമ്മൾ ഇരുമ്പൻ പുളി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കരിയില, ആ കുഴിയാക്കിയത് കരിയില കൊണ്ട് തന്നെ നമുക്ക് മൂടിക്കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തിടാൻ പോകുന്നത് കമ്പോസ്റ്റാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കമ്പോസ്റ്റാണ് നമ്മളിതിൻ്റെ ചുറ്റിന് ഇട്ട് കൊടുക്കുന്നത്. ഇത് കരിയില കമ്പോസ്റ്റ് തന്നെയാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ച കരിയില കമ്പോസ്റ്റ് നമ്മളിതിൻ്റെ ചുറ്റിന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇരുമ്പൻ പുളി നല്ല അടിപൊളിയായിട്ട് നട്ട് കഴിഞ്ഞു. ഒട്ടും മണ്ണൊന്നുമില്ലാതെ നമ്മൾ ആ പിടിപ്പിച്ചെടുത്ത ആ കുറച്ച് മണ്ണ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ മഴയാണെങ്കിലും നമ്മളിതിന് കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നട്ടതല്ലേ, അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്കിനി നനയുടെ ആവശ്യമൊന്നുമില്ല. ഇത് കിളിപ്പ് വന്നോളും. നമ്മളിതിലേക്ക് പുളിപ്പിച്ച് നേർപ്പിച്ച കഞ്ഞിവെള്ളം ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കരിയിലകളൊക്കെ പെട്ടെന്ന് തന്നെ അഴുകി മണ്ണാവാനും പിന്നെ ഇതിലിട്ട പച്ചക്കറിയൊക്കെ നന്നായിട്ട് വളമായിട്ട് തീരാനൊക്കെ ഈ കഞ്ഞിവെള്ളം സഹായിക്കും. പരിസ്ഥിതി ദിനത്തിൽ ഞാനിന്ന് നട്ടിട്ടുള്ളത് ഇരുമ്പൻ പുളിയാണ്. നിങ്ങളെല്ലാവരും ഓരോ തൈകൾ വെച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്കും ഹൈപ്പൊക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റ.